ആശംസകൾ അറിയിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനിയായി സൗമിനി പോകണോ? രണ്ടു വാക്ക് സംസാരിച്ചിട്ട് പോവാം. കൊച്ചി കോർപ്പറേഷന്റെ മുൻ മേയർ ആരാധ്യയായ സൗമിനി ജെയിൻ അവറുകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അധ്യക്ഷൻ ബഹുമാന്യനായിട്ടുള്ള ശ്രീ പ്രവീൺ ബാബു, കേരള വിഷന്റെ കുടുംബാംഗങ്ങളെ, വിശിഷ്ട ആയിട്ടുള്ള അതിഥികളെ, സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, കേരള വിഷന്റെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനും ഈ വിശുദ്ധ മാസത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചും പ്രത്യേകതകളെക്കുറിച്ചും ഒക്കെ ഇമാമിൻ്റെ അനുഗ്രഹ പ്രഭാഷണം കേൾക്കാനുമൊക്കെ അവസരം തന്നതിന് ആദ്യമായിട്ട് നന്ദി അറിയിക്കുകയാണ്. ഇവിടെ ഇമാം സംസാരിച്ചപ്പോൾ തന്നെ പറയുകയുണ്ടായി, നിയന്ത്രണങ്ങളാണ് നമ്മൾ പാലിക്കേണ്ടവ ഏതൊക്കെ എന്നൊക്കെയുള്ളതിനെക്കുറിച്ചുള്ള ഒരു ആത്മശുദ്ധീകരണവും അതുപോലെ ആത്മീയതയുടെ ഒരു മാസവും ഒക്കെയാണ്. എല്ലാ മതക്കാർക്കും ഈ മാസത്തിൽ പ്രത്യേകതകളുണ്ട്, അതും സൂചിപ്പിച്ചിരുന്നു. എനിക്ക് പറയാനുള്ള രണ്ട് കാര്യങ്ങൾ. ഒന്ന്, റംസാൻ എന്നുള്ള മാസത്തിൻ്റെ പ്രത്യേകത ഒരു ദിവസം മുഴുവൻ ജലപാനമില്ലാതെ ആഹാരങ്ങളില്ലാതെ കഴിച്ചുകൂട്ടി ആ ഭക്ഷണത്തിൻ്റെ വിശപ്പിൻ്റെ വില മനസ്സിലാക്കുകയും അന്നത്തെ നമ്മൾ സേവ് ചെയ്യുന്ന ഭക്ഷണം പാവങ്ങളായിട്ടുള്ള ആളുകൾക്ക് ദാനം നൽകുകയും ചെയ്യുക എന്നൊക്കെയുള്ളതാണ്. നമ്മുടെ ഇന്നത്തെ മിക്ക പരിപാടികളിലും നമ്മൾക്ക് കാണാൻ കഴിയുക ആവശ്യത്തിലധികം ഭക്ഷണങ്ങൾ വിളമ്പുകയും അതിൽ പകുതിയിലധികം വേസ്റ്റ് ചെയ്യുന്ന ഒരു രീതികളാണ് നമ്മൾ കാണുന്നത്. ഇത് ഞാൻ ഒരു നോമ്പുതുറയുടെ പരിപാടിയിലല്ല ഉദ്ദേശിച്ചത്. കല്യാണ സദ്യകളിലും അതുപോലെ വിശേഷപ്പെട്ട അവസരങ്ങളിലും ഒക്കെ ഭക്ഷണം അമിതമായിട്ട് വരുത്തിക്കുകയും അത് ആവശ്യമുള്ളവൻ അവിടെ വിശപ്പിൻ്റെ വിളിയറിഞ്ഞ് നിൽക്കുമ്പോൾ ആവശ്യമില്ലാതെ വയറ് നിറഞ്ഞവരെ വീണ്ടും അത് ഊട്ടാൻ ശ്രമിക്കുകയും അത് ബാക്കി വരികയും വേസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് കാണുന്നു. ഇതിന് പല ദൂഷ്യഫലങ്ങളുണ്ട്. ഒന്നാമത് തന്നെ നമുക്കറിയാം, ഈ വേസ്റ്റ് കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ, മാലിന്യ പ്രശ്നങ്ങളൊക്കെ പ്രതിസന്ധിയിലായിട്ട് നിൽക്കുന്നൊരവസരമാണ്. രണ്ട്, ഈ മാസത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതിനുള്ളൊരു ചോദ്യചിഹ്നവുമാണ്. അപ്പോൾ ഭക്ഷണം ചില രാജ്യങ്ങളിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഹോട്ടലിലാണെങ്കിലും പൊതുസ്ഥലങ്ങളിലൊക്കെ ഭക്ഷണം ഓർഡർ ചെയ്തിട്ട് വേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേസ്റ്റ് വരുന്ന ഭക്ഷണത്തെ തൂക്കി നോക്കിയിട്ട് അതിന് തുല്യമായിട്ടുള്ള പണം തിരിച്ചു നൽകേണ്ട ഒരു രീതി ഭക്ഷണ വേസ്റ്റിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു കാര്യമാണത്. വളരെ നല്ലതാണെന്ന് തോന്നുന്നുണ്ട്. ചൈനയിലൊക്കെ അങ്ങനത്തെ സംവിധാനം ഉണ്ടെന്നാണ് ഞാൻ കേട്ടേക്കുന്നത്. അപ്പോൾ അതെല്ലാം നമ്മളെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഈ ഉപയോഗിക്കുക, ആവശ്യത്തിനില്ലാത്തത് വിളമ്പുകയും വരുത്തുകയും ചെയ്ത് വേസ്റ്റ് ചെയ്യരുത്. നമ്മുടെ ഒരു വലിയ സമൂഹം പുറത്ത് വിശപ്പ് അറിഞ്ഞ് ഈ നോമ്പുതുറ സമയം കഴിഞ്ഞിട്ടും വിശപ്പിൻ്റെ വിലയറിഞ്ഞ് നിൽക്കുകയാണെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാവണം എന്നുള്ളതൊരു കാര്യം. രണ്ടാമത് പറയാൻ ഉദ്ദേശിച്ചത്, ഇന്ന് ഒരു ആത്മശുദ്ധീകരണങ്ങളും നല്ല കാര്യങ്ങളെക്കുറിച്ചുള്ള വചനങ്ങൾ കേൾക്കാനുമൊക്കെ ഇടയാവുമ്പോൾ സമൂഹത്തിലുണ്ടാവുന്ന ഒരുപാട് പുഴുക്കുത്തുകൾ, അതിനെതിരെ പ്രതികരിക്കേണ്ടതും അതിനെതിരെ നിയന്ത്രണങ്ങൾ കുടുംബത്തിലുണ്ടാക്കേണ്ടതും ഒരവസരമാണ്. ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ലഹരിയെക്കുറിച്ച് തന്നെയാണ്. ഇപ്പോൾ എല്ലായിടത്തും വളരെ വ്യാപകമായിട്ട് നടക്കുന്ന ലഹരി ഉപയോഗങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന ഒരുപാട് അതിക്രമ സംഭവങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്നു. ഇതിനുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടത് ഒരു സർക്കാർ സംവിധാനത്തിലൂടെയോ അല്ലെങ്കിൽ പോലീസ് പോലെയുള്ള സംവിധാനത്തിലൂടെ മാത്രമല്ല, കുടുംബത്തിൽ നിന്ന് തുടക്കമിടണം ഇതിനുള്ള നിയന്ത്രണങ്ങൾ എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇത് പറയുമ്പോൾ മാതാപിതാക്കൾ കുട്ടികളെ അവരുമായുള്ള സംവാദങ്ങൾ ഊർജിതമായി നടത്തുകയും അവരുടെ വെയറബൌട്ട്സിനെ കുറിച്ച് എപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയും അവരെ നിയന്ത്രിക്കുകയും അവരറിയാതെ അവരെ നിയന്ത്രിക്കുകയും ചെയ്യണം. കാരണം ഇന്ന് വിദ്യാർത്ഥികളുടെ ഇടയിലാണ് ഏറ്റവും സുലഭമായിട്ട് ഇത്തരം മയക്കുമരുന്നുകളും അതുപോലെ MDMA ഒക്കെ പ്രസരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം പരിപാടികളിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ടതും അവരെ ശരിയായ നിലയ്ക്ക് മുൻപോട്ട് കൊണ്ടുപോകേണ്ടതും മാതാപിതാക്കളുടെ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ തന്നെ ചുമതലയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഇടപെടലുകൾ നമ്മൾ കുട്ടികളുടെ മേൽ ഉണ്ടാകണം എന്നുള്ള കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ നല്ല മാസത്തിൻ്റെ നല്ല സന്ദേശങ്ങൾ കേൾക്കുവാനും രുചികരമായ ഭക്ഷണങ്ങൾ ആസ്വദിക്കുവാനും
ഉള്ള അവസരമുണ്ടാക്കി തന്ന കേരള വിഷനും ഇതിനുവേണ്ടി മുൻകൈയെടുത്ത എല്ലാ ഭാരവാഹികൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് പുണ്യമാസത്തിൻ്റെ ദൈവാനുഗ്രഹം നമ്മളിലെല്ലാവരിലും വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി. ഒരുപാട് നന്ദി മാം, ഇവിടെ ഞങ്ങളെ ക്ഷണം സ്വീകരിച്ചെത്തിയതിൽ.